മക്കളെ, ലോകത്തിൻ്റെ വിവിധങ്ങളായ രാജ്യങ്ങളിലിരുന്ന്, വിവിധങ്ങളായ കുടുംബങ്ങളിലിരുന്ന്, വിവിധങ്ങളായിരിക്കുന്ന സമൂഹങ്ങളിലിരുന്ന് മേശയ്ക്ക് ചുറ്റും ഒക്കെ ഇരുന്നു കൊണ്ട് 3 മിനിറ്റ് പ്രയർ ലൈനിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന അനേക മക്കളെ ഞാൻ കാണുകയാണ്. ഓരോരുത്തരെ ഞാൻ ഓർക്കുകയാണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഹൃദയത്തിലെ സങ്കടങ്ങളും വേദനകളും പെരുമഴ പോലെ പെയ്യുന്ന ഒരു വലിയ സമൂഹത്തെ ഞാൻ യേശുവിൻ്റെ കരങ്ങളിലേക്ക്, പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമുക്ക് വേണ്ടി വചനമാകുന്ന യേശു നമ്മോട് സംസാരിക്കുന്നത് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 25-ാം വാക്യം. അവൾ പറഞ്ഞു, മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച് എനിക്ക് ഇത് ചെയ്തു തന്നിരിക്കുന്നു. മകളെ, അനേക മക്കൾ വലിയ അപമാനത്തിന്റെയും അവഗണനയുടെയും പടുകുഴിയിലാണ് കിടക്കുന്നത്. കുടുംബത്തിലാണെങ്കിലും, തറവാടുകളിലാണെങ്കിലും, സമൂഹത്തിലാണെങ്കിലും, സഭയിലാണെങ്കിലും, ധ്യാനമന്ദിരങ്ങളിലാണെങ്കിലും, പ്രാർത്ഥനാ കൂട്ടായ്മയിലാണെങ്കിലും വളരെയേറെ അവഗണനകളും അപമാനങ്ങളും കേട്ടുകൊണ്ട് നടന്നു നീങ്ങുന്ന അനേക മക്കളെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. സഹിക്കാൻ പറ്റുന്നതിൽ വലിയ സഹനങ്ങളാണ്, അപമാനങ്ങളാണ് അവർ ഏറ്റെടുക്കുന്നത്. ഒരു കാര്യം ഓർക്കണേ, അപമാനത്തിൽ തുടങ്ങിയവർ അഭിമാന പാത്രങ്ങളായി മാറിയത് സഭാചരിത്രത്തിലുണ്ട്. വിശുദ്ധയായ അൽഫോൻസമ്മ, വിശുദ്ധനായ യോഹന്നാൻ ക്രൂസ്, ഇവരൊക്കെ അപമാനത്തിന്റെയും സങ്കടങ്ങളുടെയും അവഗണനകളുടെയും വഴിത്താരയിലൂടെ നടന്നു നീങ്ങിയവരാണ്. എത്രയോ മക്കളാണ് ഇന്നും ഇപ്രകാരം നടന്നു നീങ്ങുന്നത്. മക്കളില്ലാത്തതിന്റെ പേരിൽ അപമാനങ്ങളും അവഗണനകളും അനുഭവിക്കുന്നവർ, ചില വൈകല്യമുള്ളതിന്റെ പേരിൽ, തലയിൽ മുടി കൊഴിയുന്നതിന്റെ പേരിൽ, ഒരു നല്ല ഡ്രസ് അണിയാൻ പറ്റാത്തതിന്റെ പേരിൽ, വിക്കുള്ളതിന്റെ പേരിൽ, ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ളതിന്റെ പേരിൽ, ഡൗൺ സിൻഡ്രം ഉള്ളതിന്റെ പേരിൽ, ജയിലിൽ കിടക്കുന്നതിന്റെ പേരിൽ, ഇരുമ്പഴികൾക്കുള്ളിൽ കഴിയുന്നതിന്റെ പേരിൽ, പോസ്കോ കേസിൽ പെട്ടതിന്റെ പേരിൽ മക്കളെ ചിന്തിക്കാൻ പറ്റില്ല. അപമാനത്തിന്റെ തടവറയിൽ കിടക്കുന്ന എല്ലാവരിലേക്കും വചനമാകുന്ന യേശുവേ, നീ കടന്നു ചെല്ലണമേ. എലിസബത്തിന്റെ അപമാനം എടുത്തു മാറ്റിയ ദൈവം ഇന്ന് ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെയും അപമാനങ്ങൾ എടുത്തു മാറ്റട്ടെ. അപമാനത്തിലും അവഗണനയിലും കഴിയുന്നവരുടെ ഓരോരുത്തരുടെ സവിധത്തിലേക്ക് വചനമാകുന്ന യേശുവെ കടന്നു ചെന്ന് ആശ്വസിപ്പിച്ച് ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ സർവ്വമക്കളെ നയിക്കട്ടെ. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കെടുത്ത ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മന്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.